ശാരിക, വിസ്മയ, ഉത്തര പെൺകുട്ടികളുടെ ആ പേരുകളുടെ പട്ടിക ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഈ സ്ത്രീധന പീഡനം അതിൽ കൃത്യമായൊരു നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് വിസ്മയ കേസുമായി ബന്ധപ്പെട്ട ഭർത്താവ് കിരൺ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. അതോടൊപ്പം നിലവിൽ അദ്ദേഹത്തിനെതിരെ അയാൾക്കെതിരെ, അദ്ദേഹം എന്ന് ഉപയോഗിക്കുന്ന പോലും എനിക്ക് താല്പര്യമില്ല, അതാണ്, അയാൾക്കെതിരെ ഉള്ള കേസിൽ ശിക്ഷാ നടപടിയും മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്ത് സന്ദേശമാണ് നമ്മുടെ നിയമം അല്ലെങ്കിൽ കോടതികളുടെ സമൂഹത്തിന് നൽകുന്നത്? അതായത് നീ ഒരുത്തിയെ കൊന്നിട്ട് വന്നോളൂ, ഞങ്ങൾ ചെല്ലുമെന്ന് ജയിലിൽ കുറച്ച് ആൾ കിടത്തും, കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് മറന്നു തുടങ്ങുമ്പോൾ ഞങ്ങൾ നിന്നെ പുറത്തിറക്കി വിട്ടു, വേണമെങ്കിൽ ഇനി ജോലിയും മേടിച്ചു കൊടുക്കും. അതാണ് അവസ്ഥ. നമുക്കറിയാം പെണ്ണ് ഇനി രണ്ടാമതൊരു വിവാഹമൊക്കെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ അതും സെറ്റാക്കി കൊടുക്കും. കാരണം ഇതിലിപ്പോൾ ജാമ്യം അനുവദിച്ചു എന്ന് പറഞ്ഞ കേസിൽ ഇവൻ, അതായത് ഈ പറയപ്പെടുന്ന കിരൺകുമാർ 12 വർഷത്തെ ശിക്ഷയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ആ ശിക്ഷ മരവിപ്പിക്കണം, ഇളവ് ചെയ്യണം, അത് മാറ്റണമെന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു. പക്ഷേ ഹൈക്കോടതി അത് പരിഗണിച്ചിട്ട് പോലുമില്ല. അതിൽ ഡിവിഷൻ ഈ പറയുന്ന കൊല്ലം സെഷൻ കോടതി നൽകിയ ശിക്ഷയ്ക്കെതിരെ അവൻ അപ്പീലിന് പോയിരുന്നു. അതുകൊണ്ട് പരോളിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ജാമ്യം കിട്ടിയത്. അല്ല, പരോളിന് വേണ്ടി ശ്രമിക്കുന്ന ജാമ്യം കിട്ടാൻ കാരണം ഹൈക്കോടതി അനങ്ങിയില്ല, അവന്റെ കേസേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന സുപ്രീം കോടതിയിലേക്ക് പോയി. തീർച്ചയായും നമ്മൾ ഈ അതിനിടയിൽ ഇതിന്റെ ഇടയിലാണ് തിരുവള്ളൂർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്ത വന്നത്. 100 പവനും 70 ലക്ഷം രൂപയുടെ കാറും അല്ലേ? അല്ല, നമ്മൾ ഈ കിരണിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞു തന്നില്ല, ജാമ്യം കിട്ടിയിട്ടില്ല. ജാമ്യം കിട്ടിയെന്ന് പറയാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ ഒരു വിധി വരുന്നവരെ ജാമ്യം അനുവദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഇനി എന്താണ് ഹൈക്കോടതി വരാമെന്ന് ആർക്കറിയാമല്ലേ? നമ്മൾ ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഇതിൽ കടന്നു പോയിരിക്കുന്നത്. അതോടൊപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ, അതെ, തിരുപ്പൂരിലത്തെ വ്യാപാരി അല്ലേ, ഈ കണക്കില്ലാത്ത സ്വർണം കൊടുത്ത് ഈ പെൺമക്കളെ കെട്ടിച്ചു വിടുക. എത്ര പറഞ്ഞാലും ഇപ്പൊ രണ്ടാമത്തെ കേസാണ് അടുപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്നത്. നമ്മൾ അറിഞ്ഞത് മാത്രം. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ, 100 പവനും 70 ലക്ഷം രൂപയുടെ വോൾവോ കാറും ഒക്കെ സ്ത്രീധനം കൊടുക്കുന്നു. പക്ഷെ അതിലൊരു കേസ് എനിക്ക് മാതാപിതാക്കൾക്കും പങ്കില്ലെന്ന് എനിക്ക് ചോദിക്കാം. അറിയാം പരോക്ഷമായിട്ട്. കാരണം ആ പെൺകുട്ടി കരഞ്ഞു വിളിച്ചോണ്ട് അപ്പ ഇങ്ങനെ ഒരു വിഷയങ്ങൾ പറഞ്ഞു. ഏപ്രിലാണ് കല്യാണം നടന്നത് ഈ വർഷം. വിളിച്ചു പറയുമ്പോഴും അവർ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത് എന്തുവാണ്? നീ ഇങ്ങ് വാ, നീ അവനോട് പോകാൻ പറ എന്ന് പറയാനുള്ള ധൈര്യം കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഷിജിത്തെ, ഈ കല്യാണ മാമാങ്കം എന്ന് പറയുന്ന സാധനം നടത്തുമ്പോൾ പെൺകുട്ടികൾ ഈ പറയുന്ന സ്ത്രീധനത്തിനെതിരായിട്ട് പെൺകുട്ടികൾ ശക്തമായിട്ട് പോരാടണം ഒന്നാമത്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഇൻഡാസ് അല്ലെങ്കിൽ ഒരു മുദ്രപത്രത്തിൽ പാരന്റ്സ് എഴുതി കൊടുക്കണം. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിന്നെ എങ്ങനെയാണോ ഞങ്ങൾ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടത് അതുപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ച് നിന്നെ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം ഒരു ഇൻഡാസ് എഴുതി കൊടുത്താൽ നന്നായിരിക്കും. ഇതിന്റെ ഒരു നിയമപരിരക്ഷ എന്ന് പറയുന്നത് സ്ത്രീധനം എന്ന രീതിയിലല്ലോ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഗിഫ്റ്റ് എന്താ പറയാ, മാരേജ് എന്ത് ഗിഫ്റ്റ് എന്ന് പറയുമ്പോ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്നു, അപ്പൊ സ്ക്രാച്ച് ആൻഡ് വിൻ, എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അതുപോലെയാണ് ഒരു പെണ്ണിനെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാ പരസ്പരം പങ്കുവെച്ച് ജീവിക്കാൻ വേണ്ടി ഉള്ളതാണ് വിവാഹം. സത്യത്തിൽ കല്യാണത്തിന് കഴിച്ചു വന്ന പെൺകുട്ടികൾ ഓർത്ത് സത്യത്തിൽ വളരെ വേദന തോന്നുകയാണ് ചെയ്തത്. കാരണം അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ നീതിപീഠം പോലും ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതിക്രൂരമായ, വളരെ വിവാദമായ, പ്രമാദമായ ഒരു കേസായിട്ട് പോലും അതിന് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? പക്ഷെ അതിൽ എനിക്ക് മന്ത്രി ആന്റണി രാജുവിനോടൊരു നന്ദിയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഈ സമയം ഓർമ്മിക്കേണ്ടതാണ്. ഈ പുള്ളിയുടെ ജോലി കളഞ്ഞല്ലോ. അത് വളരെ ആന്റണി രാജു അന്ന് അല്ല, പക്ഷെ അതും ഇനി ആപ്പീൽ വഴി ഇയാൾ നേടിയെടുക്കില്ലെന്ന് എന്താ ഉറപ്പ്? പറയാൻ സാധിക്കില്ല. കാരണം പക്ഷെ ശാരിക, എനിക്ക് ആന്റണി രാജു ഇപ്പോഴദ്ദേഹം മന്ത്രിയല്ല, പക്ഷെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം എടുത്ത ധീരമായ നിലപാടാണ് ഈ കിരൺകുമാറിനെ ഗതാഗത വകുപ്പിൽ നിന്നും പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം എടുത്തത്. അദ്ദേഹം മാത്രമല്ല, അങ്ങനെ ഒരു ഉത്തരവുമായി മാത്രമേ ഞാൻ വിസ്മയുടെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് ആ വീട്ടിൽ പോയൊരു ദൃശ്യം വാർത്തയൊക്കെ ശക്തമായൊരു നിലപാട് അദ്ദേഹം. അത് വളരെ നല്ലതാണ്, നമുക്കത് വളരെ ആശ്വാസം നൽകിയിരുന്നു. പക്ഷെ ഇനി ഇപ്പോ ഇതാണ് സുപ്രീം കോടതി നിലപാടെങ്കിൽ ഇവൻ ഇത് അപ്പീൽ വെച്ചിട്ട് ഇവൻ നീതി തരണം എന്ന് പറഞ്ഞ് ആ ജോലിയിലേക്ക് തിരിച്ചു മാത്രമല്ല ശാരിക, 10 വർഷമൊക്കെ നമ്മുടെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഖവാസ കേന്ദ്രത്തിൽ പോയി. തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മൾ ആ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, ഒരു ഇൻഫ്ലുവൻസറെ പിടിച്ചോട്ട് വേറെ ദിവസം ജയിലിട്ടപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അത് സ്ത്രീകളെ അധിക്ഷേപിച്ചതിനെതിരാണ്. പക്ഷെ പുള്ളി അവിടെ നിന്ന് പറയുന്നത് സുഖകരമാണ്, വ്യായാമം ചെയ്യാം, നല്ല 3 നേരം നല്ല ഭക്ഷണം, നല്ല പെരുമാറ്റം. നമ്മുടെ അംഗൻവാടി പോലും കുട്ടികൾക്ക് മുട്ടയും പാലും കൃത്യമായി കിട്ടുന്നില്ല, പക്ഷെ ജയിലിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചുമ്മാ പോയിട്ട്
ചാവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും പോയി, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് പോയി എന്നല്ലാതെ ഈ പറയുന്ന കിരൺകുമാർ അല്ലെങ്കിൽ ഉത്തര കേസിലെ ആ പുള്ളി അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ ജയിലില് 10 വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ശാരിക പറഞ്ഞ പോലെ ഒരു സുഖവാസമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ ചെയ്യാതെ കൃത്യമായി നിയമ പോരാട്ടം നടത്തി. അതാണ് ഇന്ന് നമുക്ക് എന്തായാലും ആ ഒരു കാര്യത്തിൽ നമ്മുടെ രാജ്യം ഓക്കെയാണ്. കാരണം സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് മാത്രമല്ല നമുക്ക് നിയമപോരാട്ടം നടത്താം. മാത്രമല്ല അത്യാവശ്യം പൈസയും കാര്യങ്ങളും അതെല്ലാം നിനക്ക് തിരിച്ചു പിടിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞ തിരുപ്പൂരത്തെ പെൺകുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ വിസ്മയ, അവർക്ക് പഠനം പൂർത്തീകരിക്കാമായിരുന്നു. അവർക്ക് വീട്ടിൽ ഇനി ആരെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു റിജക്ഷൻ ഉണ്ടായെങ്കിൽ പോലും അവളൊന്ന് മനസാന്നിധ്യം ഒരു കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ ആ പെൺകുട്ടി മരിക്കില്ലായിരുന്നു. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരും ഇപ്പൊ കല്യാണത്തിലൂടെ കറണ്ട് സിറ്റുവേഷനിലൂടെ കടന്ന് ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ. കാരണം നിങ്ങളുടെ ലൈഫ് ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെയും നഷ്ടം അവിടെ നിൽക്കട്ടെ, നമ്മുടെ ലൈഫ്, നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അമൂല്യമാണ്, അത്രയ്ക്ക് വിലപിടിപ്പുള്ളതാണ്. നിങ്ങൾ ഒരു പക്ഷേ ഒരു ചരിത്രം തിരുത്തി കുഴിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അത് തീർച്ചയായിട്ടും വ്യക്തിപരമായ ജീവിതമൊക്കെ ഇപ്പൊ കുറെ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. അത് നേരിട്ട് അനുഭവിച്ച ഒരാളാണ് പറയുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഒരു ഇരയായി മാറിയ ഒരു വ്യക്തി. പക്ഷെ ഞാൻ ഇരയാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ തിരിച്ച് അതിന്റെ പോരാളിയാകാനാണ് ആഗ്രഹിച്ചത്. അതിൽ നിന്ന് സർവൈവ് ചെയ്യാനാണ്. അത് എന്നെ ഒരു പരിധി വരെ ഞാൻ അതിൽ ധൈര്യം സംഭരിച്ചു. എനിക്കൊരു മോളും കൂടെ ഉണ്ട്. മോൾ ഇപ്പൊ ഈ പറഞ്ഞ വിസ്മയക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തിരുപ്പൂരത്തെ പെൺകുട്ടിക്കോ ഉത്രയ്ക്കോ ഒന്നും മക്കൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഒന്നുകൂടെ നമ്മൾ ഫ്രീ ആണ്. പക്ഷെ ഒരു കുട്ടിയോട് വരുമ്പോൾ ആ ഒരു ഇതും കൂടെ ഉത്തരവാദിത്വം നമ്മളിലേക്ക്, എന്നിട്ടും ആ ഒരു തോളെ അവളെ വെച്ചുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കഥകൾ, എൻ്റെ മാത്രമല്ല രേണുസുതി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമ്മൾ ഒരുപാട് വലിയ വലിയ നിലകളിലെത്തിയ ആൾക്കാർക്കൊക്കെ ഇതിന് പിന്നിൽ ഇതുപോലെ കഥകളുണ്ടാവും. അപ്പോൾ പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ അതെല്ലാം കാണുക. ഒരിക്കലും സ്വന്തം ജീവിതം ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ, ഈ കല്യാണം എന്നൊരു നിസ്സാരമായിട്ടും ഇതുപോലുള്ള ഭർത്തൃപീഡനമൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് അതൊക്കെ മേലെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കുക. തീർച്ചയായും.